ഞാൻ ഡോക്ടർ ഷംസീന. ഇന്ന് നമ്മൾ പറയുന്നത് ഏനൽ ഫിഷർ അഥവാ മലദ്വാരത്തിലുണ്ടാവുന്ന വിണ്ടുകീറൽ, മലദ്വാരത്തിലുണ്ടാവുന്ന മുറിവ്. ഇത് സാധാരണയായി കുട്ടികളിലും വലിയവരിലും ഒക്കെ കണ്ടുവരാറുണ്ട്. കോമൺ ആയിട്ടുള്ള മലദ്വാരത്തിന്റെ ഒരു അസുഖം തന്നെയാകുന്നു. ഏനൽ ഫിഷർ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ കോൺസ്റ്റിപ്പേഷൻ തന്നെയാകുന്നു. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ മലം കൂടുതൽ കട്ടി കൂടുകയും ഈ കട്ടിയുള്ള മലദ്വാരത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെയുള്ള സ്കിന്നിന് മുറിവ് സംഭവിക്കുകയും അങ്ങനെ ഏനൽ ഫിഷർ എന്ന അസുഖം വരികയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാരണം മലദ്വാരത്തിന്റെ ചുറ്റുമുള്ള മസിൽസ് ടൈറ്റ് ആവുമ്പോൾ മലം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയും അപ്പോൾ പേഷ്യന്റ് കൂടുതൽ സ്ട്രെയിൻ ഉപയോഗിച്ച് മലം പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള സ്കിന്നിന് പൊട്ടൽ, വിള്ളൽ സംഭവിക്കുകയും അങ്ങനെയും ഏനൽ ഫിഷർ വരാറുണ്ട്. പിന്നീട് ഒരു തവണ ഏനൽ ഫിഷർ വന്ന പേഷ്യന്റ് രണ്ടാമത് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇവർക്ക് വേദന വരുമോ പേടിച്ച് ടോയ്ലറ്റിൽ പോകാൻ മടി കാണിക്കും. ഇങ്ങനെ മടി കാണിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റൂള് വീണ്ടും കട്ടി കൂടുകയും ഈ കട്ടി കൂടിയ സ്റ്റൂള് വീണ്ടും ഓൾറെഡി അവിടെ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്, അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിന് വീണ്ടും മുറിവ് അധികമാവുകയും അങ്ങനെ ഏനൽ ഫിഷർ എന്ന അസുഖം കൂടുകയും ചെയ്യും. ഏനൽ ഫിഷറിനെ നമുക്ക് രണ്ടായി വേർതിരിക്കാം, അക്യൂട്ട് എന്നും ക്രോണിക് എന്നും. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനൽ ഫിഷർ വന്ന് 1-2 ആഴ്ച കൊണ്ട് ഈ അസുഖം മാറിക്കിട്ടും. ഇതിന് അക്യൂട്ട് എന്ന് പറയും. ക്രോണിക് എന്ന് പറഞ്ഞാൽ ഏനൽ ഫിഷർ വന്ന് 6-8 ആഴ്ച കഴിഞ്ഞിട്ടും ഇത് മാറാണ്ട് കുറെ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഏനൽ ഫിഷറിനെ ആവുന്നു ക്രോണിക് ഏനൽ ഫിഷർ എന്ന് പറയുന്നു. ഏനൽ ഫിഷർ വന്ന രോഗികൾക്ക് പെയിൻ അനുഭവപ്പെടും. ഈ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെയിൻ ആയിരിക്കില്ല, നല്ല പെയിൻ ആയിരിക്കും, അസഹനീയമായ വേദനയായിരിക്കും ഇവർക്ക് അനുഭവപ്പെടുന്നത്. ഇത് മലം പോകുന്ന സമയത്തും അതുപോലെ തന്നെ മലം പോയതിനു ശേഷം 1-2 മണിക്കൂറോളം നീണ്ട് ഈ പെയിൻ ഇവർക്ക് അനുഭവപ്പെടും. മലം പോയി കഴിഞ്ഞാൽ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരു വേദനയായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. ഈ വേദന പേടിച്ചായിരിക്കും ഇവർ രണ്ടാമത് ടോയ്ലറ്റിൽ പോവാൻ ഇവർ മടി കാണിക്കുക. അപ്പൊ വീണ്ടും മലത്തിന് കട്ടി കൂടുകയും അങ്ങനെ വീണ്ടും മലം പോകുമ്പോൾ വീണ്ടും ഈ മുറിവിന്റെ വിള്ളൽ കൂടുകയും മുറിവ് കൂടാനും കാരണമാകും. പിന്നീട് കാണുന്നത് മലം പോയതിനു ശേഷം നമ്മൾ ടോയ്ലറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മലത്തിൽ നീണ്ട് ബ്ലഡിന്റെ ഒരു വര കാണാൻ പറ്റും. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മൾ ആ ഭാഗം വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ടിഷ്യൂ പേപ്പറിലും നമുക്ക് ബ്ലഡ് കാണാൻ പറ്റും. ചിലവർക്ക് അവിടെ ഒരു ചൊറിച്ചിൽ, ഇച്ചിങ് പോലെ അനുഭവപ്പെടും, ചിലവർക്ക് അവിടെ ഡിസ്ചാർജ് അനുഭവപ്പെടും. ക്രോണിക് ഏനൽ ഫിഷർ ആണെങ്കിൽ, കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഏനൽ ഫിഷർ ആണെങ്കിൽ ഇവരുടെ മലദ്വാരം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കിൻ ടാഗ്, ഇതിന് സെന്റിനൽ പൈൽസ് എന്ന് പറയും. നമ്മുടെ അവിടെ മുറിവ് വന്ന് അവിടുത്തെ സ്കിന്ന് പുറത്തോട്ട് ചെറുതായിട്ട് തൂങ്ങിക്കിടക്കും. ഇത് വലിയ പ്രശ്നക്കാരനൊന്നല്ല. അടുത്തതായി ഫിഷർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന. ഫിഷർ വരാനുള്ള മെയിൻ കാരണം കോൺസ്റ്റിപ്പേഷനാണ്. ഹാർഡായിട്ടുള്ള മലദ്വാരത്തിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഫിഷർ വരുന്നത്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡയറ്റിൽ തന്നെയാകുന്നു. ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ സീഡ്സ്, ബ്രൗൺ റൈസ്, അതുപോലെ ചിക്പി, നട്ട്സ്, ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ ഭക്ഷണത്തിൽ നിന്നും ഫൈബറിന്റെ അളവ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ പുറത്ത് ഫാർമസിയിൽ നിന്നും സപ്ലിമെന്റൽ ഫൈബേഴ്സിന്റെ ബോട്ടിൽസ് കിട്ടും. ഇത് വാങ്ങി ഈ സപ്ലിമെന്റൽ ഫൈബേഴ്സും കൂടെ കഴിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഫ്ലൂയിഡ് ഇൻടേക്ക് ആകുന്നു. വെള്ളം ധാരാളം കുടിക്കുക. ഇങ്ങനെ ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ഫൈബേഴ്സിന്റെ അളവും ഭക്ഷണത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കോൺസ്റ്റിപ്പേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഹൈജീൻ ആകുന്നു. മലം പാസ് ചെയ്തതിന് ശേഷം ആ ഭാഗം നന്നായി ക്ലീൻ ചെയ്യുക. സോപ്പ് ഉപയോഗിക്കേണ്ട. ചിലവരിൽ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇറിറ്റേഷൻ വരും. അതുപോലെ ഡ്രൈ ആയി കീപ്പ് ചെയ്യുക ആ ഭാഗം. അതിന് നോൺ ആൽക്കഹോൾ അടങ്ങിയ മോയിസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ആ ഭാഗം ഡ്രൈ ആയി കീപ്പ് ചെയ്യുക. കോട്ടന്റെ അണ്ടർവെയർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൂസായ അണ്ടർവെയർ ഉപയോഗിക്കുക. മൂന്നാമതായി ചെയ്യേണ്ടത് വാം വാട്ടർ, ഒരു ഇളം ചൂടുവെള്ളത്തിൽ 10-20 മിനിറ്റ് വരെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുകയും ഇൻഫ്ലമേഷൻ കുറയുകയും അവിടുത്തെ മസിൽസ് കൂടുതൽ റിലാക്സ് ആവുകയും ബവൽ മൂവ്മെന്റ് എളുപ്പമാവാനും സഹായിക്കും. ഏനൽ ഫിഷർ ഉള്ള പേഷ്യൻസിന് മലദ്വാരത്തിലുള്ള മസിൽസ് ടൈറ്റ് ആയിരിക്കും. അത് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓയിൻമെന്റ്സ് അവൈലബിൾ ആണ്. ഇത് ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഡിൽഷ്യാസാം, നിഫെഡിപ്പിൻ,
ഗ്ലിസറിൻ ട്രൈനൈട്രേറ്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓയിൻമെന്റ്സുകൾ അവൈലബിൾ ആണ്. ഇതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കാണിക്കുന്ന ഡോക്ടേഴ്സ് എന്താണോ പറഞ്ഞ് ആ മെഡിസിൻ ഉപയോഗിക്കുക. ചില പേഷ്യൻസിൽ ഓയിൻമെന്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ രീതിയിൽ ചെയ്തിട്ടും അവിടുത്തെ മസിൽസ് റിലാക്സ് ആയിട്ടില്ല എങ്കിൽ ഡോക്ടേഴ്സ് ബൊട്ടോക്സ് ഇഞ്ചക്ഷൻ പറയാറുണ്ട്. അത് അവിടുത്തെ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കാലങ്ങളോളമായിട്ട് 6-8 ആഴ്ചകളോളം അതിനേക്കാളും കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഫിഷർ, ഏനൽ ഫിഷർ ആണെങ്കിൽ മേൽ പറഞ്ഞ ട്രീറ്റ്മെന്റിലൊന്നും ചിലപ്പോൾ മാറാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും, സർജനെ കണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. ഏനൽ ഫിഷർ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഏനൽ ഫിഷർ വരാതിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇനിയും ആരോഗ്യപരമായ വീഡിയോസ് കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്